ആകാശവാണി വാർത്താവീക്ഷണം. നാളെയെ കാർന്നു തിന്നുന്ന ലഹരിമരുന്ന് തടയാം, ജീവിതം തിരിച്ചുപിടിക്കാം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഭീഷണികളിലൊന്നാണ് ലഹരി ദുരുപയോഗവും അതിനോടുള്ള വർദ്ധിച്ചുവരുന്ന ആസക്തിയും. ഇതിനെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ശാരീരികവും മാനസികവുമായ തകർച്ചയ്ക്ക് പുറമെ ഒരു തലമുറയുടെ തന്നെ ഭാവി ഇത് ഇല്ലാതാക്കുന്നു. വ്യക്തിജീവിതത്തെ മാത്രമല്ല, കുടുംബങ്ങളെയും സമൂഹത്തെയും ഒന്നടങ്കം ജീർണതയിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ് ലഹരി ഉപയോഗം. ലഹരി വസ്തുക്കൾ നൽകുന്ന താൽക്കാലിക അനുഭവം അറിയാനുള്ള വെറും കൗതുകമാണ് പലപ്പോഴും ആളുകളെ വലിയൊരു അപായത്തിലേക്ക് നയിക്കുന്നത്. ഇതിന് പ്രതിവിധിയായി സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും പ്രചാരണങ്ങളും ശക്തമാക്കുന്നതിനോടൊപ്പം കായികം, കല, സാമൂഹിക സേവനം തുടങ്ങിയ ക്രിയാത്മക കാര്യങ്ങളിൽ യുവജനങ്ങളുടെ ഊർജം വിനിയോഗിക്കാൻ അവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ആധുനിക സമൂഹം പരിശ്രമിക്കുന്നത്. യുവജനങ്ങൾക്കിടയിലെ ലഹരി ഉപയോഗം തടയാൻ ബഹുമുഖ പരിപാടികളാണ് രാജ്യം നടപ്പിലാക്കുന്നത്. ഇതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അതിനൂതന സംരംഭമാണ് നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ. ലഹരി ദുരുപയോഗത്തിനെതിരായ 100 ആഴ്ച നീളുന്ന രാജ്യവ്യാപക ജനപങ്കാളിത്ത യജ്ഞത്തിനാണ് ഇതോടെ രാജ്യത്ത് തുടക്കമായത്. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യത്തെ യുവതലമുറ ശാരീരികമായും മാനസികമായും കരുത്തരും ആത്മവിശ്വാസമുള്ളവരുമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ലഹരിയുടെ വഴികളിൽ നിന്ന് വിട്ടുനിന്ന് മികച്ചൊരു ആരോഗ്യശൈലി സ്വന്തമാക്കണമെന്ന നശാമുക്ത് യുവഭാരത് പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം വെർച്വൽ മാധ്യമത്തിലൂടെ നിർവഹിച്ചുകൊണ്ട് രാജ്യത്തെ യുവാക്കളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ലഹരി ഉപയോഗം കുടുംബങ്ങളുടെ സമാധാനം കെടുത്തുക മാത്രമല്ല, രാജ്യത്തിന്റെ പുരോഗതിയെപ്പോലും പിന്നോട്ടടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടുതന്നെ യുവാക്കളെ ഇതിന്റെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്, സമൂഹത്തിന്റെ കടമയുമാണ്. സാമൂഹികമായ ഒറ്റപ്പെടലോ അഭിമാനക്ഷതമോ ഭയന്ന് കുടുംബങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ മറച്ചുവെക്കരുതെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ലഹരി മുക്തിക്കായി തുറന്ന മനസ്സോടെ മുന്നോട്ടു വരാൻ അദ്ദേഹം കുടുംബങ്ങളോട് ആവശ്യപ്പെട്ടു. ലഹരിക്ക് അടിമപ്പെട്ട കുടുംബാംഗങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കൃത്യസമയത്ത് സഹായം തേടുകയും തുറന്ന ആശയവിനിമയം നടത്തുകയും വേണം. ഇതിനായി വിദഗ്ധരുടെ ഉപദേശവും ആവശ്യമായ വൈദ്യസഹായവും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. കുട്ടികളിലുണ്ടാകുന്ന ലഹരിയുടെ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ തുടക്കത്തിലെ മനസ്സിലാക്കാനും അവർക്ക് കൃത്യമായ പിന്തുണ നൽകാനും കുടുംബങ്ങളിൽ സുതാര്യമായ ആശയവിനിമയ ശൈലി വളർത്തിയെടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വ്യക്തമായ ചില മാറ്റങ്ങളിലൂടെയും സൂചനകളിലൂടെയും ഒരാൾ ലഹരിയുടെ വഴിയിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാമൂഹികമായ ഒറ്റപ്പെടൽ, പെരുമാറ്റത്തിലെ വ്യതിയാനങ്ങൾ, സംസാരിക്കാനുള്ള മടി, കാരണമില്ലാതെ വൈകി വീട്ടിലെത്തുന്ന ശീലം, ഇടയ്ക്കിടെയുള്ള പണത്തിന്റെ ആവശ്യങ്ങൾ എന്നിവയെല്ലാം ലഹരി ദുരുപയോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളാകാം. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെയുള്ള ജനകീയ പ്രസ്ഥാനത്തിന് രാജ്യത്തെ യുവജനങ്ങൾ നേതൃത്വം നൽകണം. ക്യാമ്പസുകളെ ലഹരിമുക്തമാക്കാൻ അധ്യാപകരും മുന്നിട്ടിറങ്ങണം. ലഹരിയുടെ ഭയാനകമായ അനന്തരഫലങ്ങളെക്കുറിച്ച് കുട്ടികളുമായി സംവദിക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്താനും അദ്ദേഹം അധ്യാപക സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. ലഹരിമുക്തിക്ക് സാമൂഹിക സഹകരണവും യോഗയും ധ്യാനവും ആധുനിക പുനരധിവാസ കേന്ദ്രങ്ങളും വളരെയേറെ ഫലപ്രദമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇതിനായി ലഭ്യമായ സമഗ്ര പിന്തുണ സംവിധാനങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ലഹരിമുക്തി നേടിയവരെ കേവലം ബലഹീനരായല്ല, മറിച്ച് മികച്ച ധൈര്യവും അതിജീവനശേഷിയും കാണിച്ച വ്യക്തികളായാണ് കാണേണ്ടത്. ഇത്തരം വ്യക്തികളെ മാറ്റി നിർത്താതെ അർഹിക്കുന്ന ആദരവും പിന്തുണയും നൽകി ചേർത്തുപിടിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. ലഹരിമരുന്ന് കടത്തുകാർക്കും കള്ളക്കടത്തുകാർക്കുമെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് പ്രധാനമന്ത്രി യുവാക്കൾക്ക് ഉറപ്പു നൽകി. രാജ്യത്തുടനീളം വലിയ തോതിൽ ലഹരിമരുന്ന് പിടിച്ചെടുത്ത കാര്യവും നിയമ നടപടികളും ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി യുവതലമുറ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുമെന്നും വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ മുൻപന്തിയിലുണ്ടാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യത്തുടനീളമുള്ള 28,000 കേന്ദ്രങ്ങളിൽ നിന്ന് 1 കോടിയിലേറെ യുവാക്കൾ ഈ പ്രചാരണ പരിപാടിയിൽ പങ്കാളിയായി. സംസ്ഥാന ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മൈ ഭാരത്, NSS, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്ക് പുറമെ വിവിധ സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, യുവജന സമിതികൾ, സന്നദ്ധ സംഘടനകൾ, ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ പ്രതിനിധികളും ഇതിൽ ഭാഗമായി. ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമായി
പ്രധാനമന്ത്രി തുടക്കമിട്ട നൂതന യജ്ഞത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം അടുത്ത 100 ആഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ, ധ്യാന സമ്മേളനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, ബോധവൽക്കരണ യജ്ഞങ്ങൾ, തെരുവു നാടകങ്ങൾ, ചർച്ചകൾ, ചിത്രരചനാ മത്സരങ്ങൾ, സമൂഹ പങ്കാളിത്ത പരിപാടികൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരായ കൂട്ടായ മുന്നേറ്റം സൃഷ്ടിക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യുവജന സംഘടനകൾ, പൌരസമൂഹ സംഘങ്ങൾ, വ്യാവസായിക കൂട്ടായ്മകൾ, ആത്മീയ സംഘടനകൾ എന്നിവയെ പൊതുവേദിയിൽ അണിനിരത്തി ജനപങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഈ ഉദ്യമം ലക്ഷ്യമിടുന്നു. സന്നദ്ധ സേവകരുടെയും അവരുടെ സംഘടനകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനും അവരുടെ മികച്ച പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനും 50, 75, 100 ആഴ്ചകൾ തികയുമ്പോൾ പ്രവർത്തകരെ ആദരിക്കും. തുടക്കത്തിൽ ലഹരി ഉപയോഗം കൂടുതലായി കണ്ടെത്തിയ 272 ജില്ലകളിൽ നേരത്തെ ആരംഭിച്ച പ്രചാരണം ഇപ്പോൾ രാജ്യത്തുടനീളം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ബോധവൽക്കരണ പരിപാടികളിലൂടെയും ജനപങ്കാളിത്തത്തിലൂടെയും ഈ പ്രചാരണം 29.32 കോടിയിലധികം ആളുകളിലേക്ക് എത്തിച്ചേർന്നു. ലഹരിമുക്ത ജീവിതശൈലി പ്രചരിപ്പിക്കുന്നതിനായി രാജ്യത്തെ സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവ കേന്ദ്രീകരിച്ച് 21 ലക്ഷത്തിലേറെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴി ലഹരി ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ വളരെ മുമ്പേ തന്നെ ശക്തമാക്കിയിരുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ദേശീയ കർമ്മ പദ്ധതിക്ക് കീഴിൽ 2020 ഓഗസ്റ്റ് 15-നാണ് നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന മുൻനിര പദ്ധതിക്ക് തുടക്കമിട്ടത്. 2019 സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ഇന്ത്യയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ വ്യാപ്തി എന്ന വിഷയത്തിൽ നടത്തിയ ആദ്യത്തെ രാജ്യവ്യാപക സർവേയോടെയാണ് ഈ പ്രശ്നത്തിന്റെ ആഴം കൂടുതൽ വ്യക്തമായത്. 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗം മൂലമുള്ള രോഗാവസ്ഥകളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് മന്ത്രാലയം വെളിപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജ്യത്തുടനീളം 768 ലഹരി വിമുക്ത പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മന്ത്രാലയം ചികിത്സാ പുനരധിവാസ സേവനങ്ങൾ വിപുലീകരിച്ചിട്ടുണ്ട്. വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ആവശ്യമായ കൌൺസിലിംഗും വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിനായി മന്ത്രാലയത്തിന്റെ 14446 എന്ന ലഹരിമുക്ത ഹെൽപ്പ് ലൈൻ സേവനം നിലവിലുണ്ട്. സഹായഹസ്തം തേടി 4.69 ലക്ഷത്തിലധികം ഫോൺ കോളുകളാണ് ഇതുവരെ എത്തിയത്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും വിവിധ സർക്കാർ ഏജൻസികളും സന്നദ്ധ സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒന്നിച്ച് കൈകോർത്ത് ലഹരിമുക്ത ഭാരതത്തിനായുള്ള പ്രചാരണത്തെ വലിയ വിജയമാക്കി. ജനപങ്കാളിത്തവും ബോധവൽക്കരണവും സഹാനുഭൂതിയും മുൻനിർത്തിയുള്ള കൂട്ടായ പ്രവർത്തനമാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആവശ്യമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. രാജ്യത്തെ യുവജനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും പങ്കാളിത്തത്തോടെ ലഹരിക്കെതിരെ ശക്തമായ ഒരു സാമൂഹിക മുന്നേറ്റം കെട്ടിപ്പടുക്കാനാണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി ഉപേക്ഷിച്ച് കൂടുതൽ ആരോഗ്യകരവും ശക്തവുമായ ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാൻ ഇത് ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുന്നു. പൌരന്മാരുടെ സജീവ പങ്കാളിത്തത്തോടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാനുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിനെയാണ് നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രതിഫലിപ്പിക്കുന്നത്. ലഹരിമുക്തരായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന ആശയം മുൻനിർത്തിയുള്ള ഈ പ്രചാരണ പരിപാടിക്ക് വ്യാപകമായ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 2047 വികസിത ഭാരതം പടുത്തുയർത്താനുള്ള യാത്രയ്ക്ക് കൂടുതൽ കരുത്തേകിക്കൊണ്ട് രാജ്യത്തെ ഓരോ ഗ്രാമത്തിലും പട്ടണത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സംരംഭം ലക്ഷ്യമിടുന്നു. സർക്കാരിന്റെ വിവിധ സംവിധാനങ്ങളും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും കൈകോർത്താൽ ലഹരിമുക്ത ഭാരതം, സമൃദ്ധ ഭാരതം എന്ന സ്വപ്നം ഇന്ത്യയ്ക്ക് അതിവേഗം സാക്ഷാത്കരിക്കാനാകും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. നാളെയെ കാർന്നു തിന്നുന്ന ലഹരിമരുന്ന് തടയാം, ജീവിതം തിരിച്ചുപിടിക്കാം.